കഴിഞ്ഞ 13 ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാനും അനവധി ദൈവവചനങ്ങളെ ചിന്തിപ്പാനും ദൈവസാന്നിധ്യത്തോടെ ദൈവത്തെ മഹത്വം കൊടുക്കുവാനും നമുക്ക് ദൈവം ഭാഗ്യമൊരുക്കി. पिछले 13 दिनों से परमेश्वर ने अपने वचन की गहराई से हमसे बात किया और पवित्र आत्मा से भरा, इसलिए खुदा का धन्यवाद करता हूं. ഈ 14ാമത്തെ ദിവസവും ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ये തീരട്ടെ. 14वां दिन भी जब खुदा के सानिध्य प्रभु हमें आशीषित करने पाए. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. आज प्रभु जो वचन हमसे वो बताना चाहता है उसकी ओर चलते हैं. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. रोमियो 8 का 35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? कौन हमको मसीह के प्रेम से अलग करेगा? നീണ്ട ഒരു വലിയ പട്ടിക താഴോട്ട് കൊടുത്തിരിക്കുന്നു. फिर उसके बाद में एक बड़ी पठन आगे दिया गया. ക്രിസ്തുവിന്റെ സ്നേഹത്തിനും നമുക്കുമിടയിൽ ഒരകലമുണ്ടാക്കാൻ ആർക്കും കഴിയത്തില്ലെന്നുള്ളത് ഇന്ന് പകൽ ദൈവമക്കൾ അറിയണം. आज आपको ये समझना है कि मसीह के प्रेम से हमें कौन अलग कर सकता है करके. മാത്രമല്ല ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നത് മതിയാക്കാൻ ആർക്കും പറ്റുകയില്ല. और प्रभु हमसे प्रेम करता है, वैसे कोई रोक नहीं सकता. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ ആഴമായി വിശ്വസിച്ച് ബലപ്പെട്ടോണം. इसलिए ये विश्वास करके आप बलवंत हो जाना ये उपवास प्रार्थना में. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട നമ്മളെ, मसीह के द्वारा चुने हुए हम लोग ക്രിസ്തുവിനെ ആഴമായി സ്നേഹിച്ച് മനസ്സിലാക്കി ആ ക്രിസ്തുവിന്റെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞും ആ വചനം നമ്മളെ ഉറപ്പിച്ചുമാണ് ദൈവം നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത്. परमेश्वर के प्रेम की गहराई में जाकर परमेश्वर का वचन को देखकर हमें दृढ़ किया हुआ है. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ഉലകത്തിലെ ഒന്നിനും കഴിയത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുക. प्रेरित यहाँ प्रकट करता है कि मसीह के प्रेम से हमें कोई भी संसार का अलग नहीं कर सकता. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ यहाँ प्रेरित के बारे में जब हम पढ़ते हैं, ക്രിസ്തുവിന് വേണ്ടി ഇത്രയും അധികം കഷ്ടം സഹിച്ച ഒരു മനുഷ്യൻ, मसीह के लिए सबसे ज्यादा क्लेश उठाया हुआ एक व्यक्ति, ഒരുപാട് വെല്ലുവിളികൾ ധാരണം ചെയ്യേണ്ടി വന്നു. बहुत सी चुनौतियों को धारण किया हुआ അവന്റെ व्यक्ति, ഓരോ മിനിസ്ട്രിയും വെല്ലുവിളികളുടെ അനുഭവങ്ങളായിരുന്നു. उसकी एक एक मिनिस्ट्री चुनौतियों से भरा हुआ व्यक्ति, അപമാനിക്കപ്പെട്ട कितना മനുഷ്യൻ, बार अपमानित हुआ व्यक्ति, എന്തിനേറെ പുറത്തുള്ളവർ മാത്രമല്ല സ്വന്തക്കാർ പോലും അകത്തുള്ളവർ ദൈവത്തെ ശരിക്കും മനസ്സിലാക്കാത്ത കുറെ എണ്ണം അകത്തൂന്ന് പോരാടി ഈ മനുഷ്യനോട്. बाहर वाले मसीह नहीं, मात्र परमेश्वर के सानिध्य में बैठने वाले लोगों के द्वारा भी उसके ऊपर दोषारोपण हुआ ഞാൻ है. ഇന്ന് പകൽ ദൈവമക്കളോട് പറയാം, അകത്തും പുറത്തും ഒരുപോലെ പോരാട്ടം അനുഭവിക്കേണ്ടി വരും തികഞ്ഞ ഒരു ആത്മീക മനുഷ്യന്. अंदर और बाहर दोनों तरफ से एक आत्मिक व्यक्तियों के विरुद्ध में विरोध आएगा. കൊരിന്ത്യ സഭയ്ക്കകത്ത് ശക്തമായി പ്രതിപാദിക്കുന്ന ഒരുപാട് പ്രതിപാദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. कुरिन्थियों सभा में इस तरह की बहुत सारी बातों को हम देखते हैं. നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത് പോലെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 11 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. 2 कुरिन्थियों 11 अध्याय के 11वें वचन से 33 तक के वचनों को हम पढ़कर देखेंगे. അവിടെ അപ്പോസ്തലൻ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. प्रेरित पूछने वाले बहुत सारे सवाल हैं. ദൈവത്തിന്റെ वहाँ पे കൃപകളെ ധൈര്യത്തോടും ബലത്തോടും കൊരിന്ത്യ സഭയ്ക്ക് പകർന്നു കൊടുത്ത ഒരു മനുഷ്യൻ, ये मनुष्य जो है कुरिन्थियों सभा को बड़े धैर्य से दृढ़ता से वचन को बांटा हुआ, ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ആഴങ്ങൾ പറഞ്ഞും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കൊരിന്ത്യ സഭ, परमेश्वर के वचन की गहराई में जाकर उसकी प्रवृत्तियों को करने वाला कुरिन्थियों सभा, പിന്നത്തേതിൽ ഇവരുടെ അകത്ത് പാപങ്ങൾ വർദ്ധിച്ചു വന്നു. फिर उसके बाद में उनके जीवनों में पाप आ गया. ഒരു ഭാഗത്ത് കൃപ വർദ്ധിക്കുമ്പോൾ एक तरफ वरदानों बढ़ रहे थे, മറുഭാഗത്ത് പാപവും വർദ്ധിച്ചു. दूसरी तरफ पाप भी बढ़ रहे थे. അതുകൊണ്ട് അപ്പോസ്തലൻ ചോദിച്ചു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? यहाँ पे इसलिए प्रेरित पूछता है, वरदान जैसे बढ़ता है वैसे तुम पाप भी बढ़ते जा रहे हैं. തിരുത്താൻ കഴിയാത്ത ഒരു കൂട്ടം. सही नहीं कर सकता ऐसा एक झुंड. ഞാൻ ദൈവമക്കളോട് പറയാം, അന്നും ഇന്നും ഒരുപോലെ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവിന്റെ ശക്തിയാണിത്. पहले और आज सेम तरीके का एक दुष्ट आत्मा जो प्रवृत्ति कर रहा है. ആത്മീകനെന്ന് വിശേഷിപ്പിക്കുന്ന പലതും ആത്മീക വേഷം മാത്രമേ ഉള്ളൂ. आत्मिक व्यक्ति हूँ बोलने वाले का सिर्फ एक नकाब मात्र है. പക്ഷേ ആ വേഷത്തെ പൊളിച്ചു കളയുന്ന ഒരു നല്ല വിശ്വാസിയായി, ഒരു നല്ല വിശുദ്ധനായി ദൈവമക്കൾ മാറണം. नकाब को हटाकर एक पवित्र व्यक्ति, आत्मिक व्यक्ति बनना है हमें. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. उपवास प्रार्थना में भी खुदा हमसे यही चाहता है. വേഷം കെട്ടിയവരാ ചോദ്യം ചെയ്യുന്നത് അകത്ത്. नकाब पहने वे व्यक्ति ही सवाल करते हैं अंदर वाले. എത്ര പേര് കേൾക്കുന്നുണ്ട്? कितना लोग सुनते हैं. വേഷം കെട്ടിയവരാണ്
അകത്ത് ചോദ്യം ചെയ്യുന്നത്. नकाब पहने हुए व्यक्ति ही सवाल करते हैं। തികഞ്ഞ ആത്മികനാണ് ചോദ്യം ചെയ്യാൻ നിൽക്കുകയില്ല. अगर आत्मिक व्यक्ति होगा तो सवाल नहीं करेगा। അവൻ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു वो കൊടുക്കും. अपने आप को खुदा के हाथों में सौंप देगा। അവൻ വാദിക്കേണ്ട ആവശ്യകതയില്ല. वाद विवाद करने की जरूरत नहीं। മറ്റുള്ളവരെ തേടി പിടിച്ച് അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. दूसरे व्यक्तियों को खोजने की जरूरत नहीं है मदद के लिए। നീ തികഞ്ഞ വിശുദ്ധനാണെങ്കിൽ തികഞ്ഞ ദൈവഭക്തനാണെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. अगर तू आत्मिक व्यक्ति है तो वो आपके लिए उतरने के लिए एक परमेश्वर है। ആ ദൈവത്തിന്റെ കരുതൽ നമുക്ക് അനുഭവിക്കാൻ वो കഴിയും. परमेश्वर की सहाय अनुग्रह हमें प्राप्त कर ഇവിടെ सकते हैं। അപ്പോസ്തലൻ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. प्रेरित बहुत अनुभवों से यहाँ गुजरा है। 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ पहला कुरिन्थियों 4 अध्याय में आते 10 हैं മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 10 से 13वां वचन तक। അപ്പോസ്തലൻ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവമക്കൾ മനസ്സിലാക്കണം. प्रेरित जो बातें बोलता है आप समझने की कोशिश करें। ഇങ്ങനെ തല്ലുകൊള്ളേണ്ട ഒരു കാര്യമില്ല ऐसे मार खाने की उसे जरूरत नहीं അല്ലേ? है। ഇങ്ങനെ ദുഷിച്ച വാക്കുകൾ കേൾക്കേണ്ട ഒരാവശ്യവും ഈ മനുഷ്യനില്ല. इन बुरे शब्दों को सुनने की जरूरत भी नहीं मनुष्य को। പക്ഷേ ക്രിസ്തു നിമിത്തം ഇതെല്ലാം ഏൽക്കുക. पर मसीह के द्वारा ये सब सह रहा है। वो കർത്താവിന് വേണ്ടി ഇത് സഹിക്കുകയാ. मसीह के लिए वो सह रहा है। തിരിച്ചു പറയാനോ തിരിച്ചു തല്ലാനോ അല്ല. वापस मारने या बुरा बोलने के लिए नहीं। ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഭക്തൻ, प्रभु के लिए खड़ा होने वाला एक ആ व्यक्ति। ഭക്തനാ ഉറപ്പോടെ പറയുന്നത്. वो भक्त जो है दृढ़ता से कहता വെറുതെ है। വായിൽ വരുന്ന കാര്യങ്ങളെ വിളിച്ചു പറഞ്ഞതല്ല, बेकार में मुंह में आई बातों को बोलता नहीं है। ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ താൻ സഭയെ ഉറപ്പിച്ചതുമായ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. अपने अनुभवों के द्वारा कलीसिया को दृढ़ किया व्यक्ति है, उसकी वचनों को हमने अभी पढ़ा। ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉയർന്നിട്ടും बहुत सामने चुनौतियां आए तो भी ഈ മനുഷ്യൻ തളർന്നു പോകാതെ ये व्यक्ति थके बगैर ഉള്ളത്തിനകത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യം, दिल की गहराई से पूछने ഈ वाले सवाल है। ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാര്? ये मसीह के प्रेम से हमें अलग कौन कर सकता ലോകം है? ചിന്തിക്കുന്നവനെ പട്ടിണിക്കിട്ടാൽ ഇവൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറും. लोग सोचते इसे भूखा डाल देंगे तो ये प्रेम से अलग हो जाएगा। ഇവനെ തല്ലിയാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറും. इसे मारेंगे तो मसीह के प्रेम से अलग हो ഇവനെ जाएगा। ഭീഷണിപ്പെടുത്തിയാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ इसे നിന്ന് മാറും. डराएंगे तो मसीह के प्रेम से वो अलग होगा। ചില കൂട്ടുകെട്ടുണ്ടാക്കി ചില ഉപദ്രവങ്ങൾ ചെയ്താൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറും. कुछ झुंड के द्वारा उपद्रव करेंगे तो शायद ये मसीह के प्रेम से अलग हो പക്ഷേ जाएगा। അപ്പോസ്തലൻ ഉറച്ച സ്വരത്തോടെ താൻ പ്രഖ്യാപിക്കുന്നത്, पर यहाँ पे प्रेरित बड़े दृढ़ता से घोषणा करता है ഇതിനൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ ये പറ്റുകയില്ല. कोई भी बात प्रभु के प्रेम से हमें अलग नहीं कर सकता ഇത് है। ദൃഢമായി ഉറച്ച സ്നേഹമാണ്. ये दृढ़ता से गहराया हुआ ഇത് प्रेम है। കാറ്റടിച്ച തീരുന്നതല്ല. हवा चलने से खत्म नहीं ഇത് होगा। പ്രതിസന്ധി വരുമ്പോൾ അവസാനിപ്പിച്ചോടുന്നതല്ല. ये मुसीबत आने पर खत्म होकर भागने वाली बात नहीं है। കഷ്ടതയ്ക്കകത്തും നിലനിൽക്കുന്ന ഒരു ദൈവ പൈതലാണ് അവൻ. ഉറച്ചു തന്നെ जो നിൽക്കും. कष्टता में दृढ़ होता है वो दृढ़ता से खड़ा होता है। അപ്പോസ്തലൻ ചോദിക്കുക, കഷ്ടതയോ സങ്കടമോ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, प्रेरित पूछता है कष्ट या दुख मेरे जीवन में आए तो भी। നിങ്ങൾ റോമാലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. रोमियो 2 का 9 पढ़ेंगे। കഷ്ടതകൾ സകല മനുഷ്യർക്കും ഉള്ളതാണ്. यहाँ पे सारे क्लेश और संकट सभी मनुष्यों को आते हैं। ഇവിടെ അപ്പോസ്തലൻ പറയാ, കഷ്ടത സകലർക്കും ഉണ്ട്. അത് യഹൂദനെന്നില്ല, അത് യവനനെന്നില്ല. यहाँ पे कष्ट सभी को आते हैं, यहूदी या यूनानी को मात्र नहीं। മനുഷ്യനായി ജനിക്കപ്പെട്ട സകലർക്കും കഷ്ടതകളുണ്ട്. मनुष्य बनकर अगर जन्म हुआ है तो सभी को कष्ट है। ഞാൻ ദൈവമക്കളോട് പറയാ, കഷ്ടതയ്ക്ക് ക്രിസ്തുവിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ അനുവദിക്കപ്പെടരുത്. कोई भी क्लेश मसीह के प्रेम से हमें अलग नहीं कर सकता है। ഉപദ്രവം ഉണ്ടാകുന്നു. क्लेश होता है, കഷ്ടതയും സങ്കടവും ഉപദ്രവവും ഉണ്ടാകുകയാണ്. संकट होते हैं, क्लेश होते हैं, उपद्रव होते പിന്നെ हैं, പറയാ ഭൂക് भूख भी होती है, നഗ്നത. नग्नता भी होती है। ഇതെല്ലാം ഈ പൗലോസ് അനുഭവിച്ച അനുഭവങ്ങളാണ്. ये सारा ये पौलुस ने अनुभव, ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ ये आवाज सुनने वाले प्रभु के जन, ഇതിലൂടെ സങ്കടങ്ങളിലൂടെ കയറി പോയിട്ടുണ്ടെങ്കിൽ अगर आप संकट में से गुजर रहे हैं, ഒന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. आप सोच कर देखें, ഈ സങ്കടമല്ലേ നമ്മളെ നിലനിർത്തിയത്? ये संकट है ना हमें बनाए ഈ रखा, പട്ടിണിയല്ലേ നമ്മളെ ഉറപ്പിച്ചത്? ये भूखमरी है ना हमें दृढ़ ഈ किया,
കഷ്ടത ജീവിതത്തിനകത്ത് വന്നപ്പോഴല്ലേ കർത്താവിനെ കുറച്ചും കൂടെ രുചിച്ചറിഞ്ഞത്. संकट हमारे जीवन में आए तो थोड़ा सा और हम खुदा को जान ഇന്ന് पाए. നമ്മൾ പറയും കഷ്ടത വന്നില്ലായിരുന്നെങ്കിൽ ഈ കർത്താവിനെ എനിക്ക് ശരി കാണാൻ आज हम പറ്റുകയില്ലായിരുന്നു. ऐसा भी कह सकते हैं, अगर संकट नहीं आता तो मैं प्रभु को इतना अच्छे से नहीं जान ചില पाता. കഷ്ടങ്ങൾ എന്നെ ചിലത് പഠിപ്പിച്ചു, कुछ कष्ट मुझे कुछ बातें सिखाता ചില है, നൊമ്പരങ്ങൾ എന്നെ പുതിയത് പഠിപ്പിച്ചു. कुछ दर्द मुझे कुछ नई बातें ഈ सिखाता ഉപവാസ है. പ്രാർത്ഥനയിൽ ഇരിക്കുന്ന ദൈവമക്കളോടും ഈ ദൈവ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഉള്ള തുറന്നിന്ന് പകൽ പറയുക, उपवास प्रार्थना में बैठे हुए और वचन सुनने वाले लोगों से मैं दिल की गहराइयों से कहना चाहता हूँ, ഏത് സാഹചര്യത്തിനകത്തും ദൈവത്തിന്റെ ബലത്തെ ഏറ്റെടുക്കണം कोई ദൈവമക്കൾ. भी अवस्था क्यों ना, प्रभु के बल को आप स्वीकार कर ले. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവമായിരുന്നു. ये प्रेरित पौलुस का अनुभव അതാണ് था. നമ്മൾ വായിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ पहला കഴിയും. कुरिन्थियों 4वें अध्याय के 11वें वचन से आगे पढ़ते हैं तो हम समझ पाते हैं. കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ കുറിച്ചുള്ള ശരിക്കുള്ള ഒരു ബോധ്യം തന്റെ ഭക്തനുണ്ടായിരുന്നു. मसीह के उस बारे में गुजरे तो प्रभु के बारे में अच्छे से जान पाया वो. ജീവിതത്തിനകത്ത് കഷ്ടങ്ങൾ വരുമ്പോൾ കഷ്ടത വരുത്തിയവനോടൊരു കോപത്തിന്റെ ആവശ്യമില്ല. अगर जीवन में कोई कष्ट आता है तो जो कष्ट देता है उससे आप क्रोधित ना हो. ഇന്ന് നമ്മൾ നേരെ തിരിച്ചാ. हम बल्कि आज उल्टा करते हैं. നമുക്കാരെങ്കിലും കഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഭയങ്കര വൈരാഗ്യമാണ്. अगर कोई हमें कष्ट देता है तो हम उनसे नफरत करने लगते നമ്മളെ हैं. ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് ഭയങ്കര എന്താ പറയാ പകയോ വൈരാഗ്യമോ വല്ലാത്ത ദേഷ്യ പ്രകടനങ്ങളാ. अगर कोई इस समय हमारे जीवन में उपद्रव करता है तो हम उनसे नफरत करते हैं, ഞാൻ कड़वाहट होती है. ഞാൻ ഇന്ന് ദൈവമക്കളോട് പറയാം, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സ്നേഹം ചുമക്കാനാണെങ്കിൽ अगर हमें प्रभु का प्रेम उठाना है तो നമുക്ക് വൈരാഗ്യത്തിന്റെ ആവശ്യമില്ല, हमें नफरत की जरूरत नहीं है, നമുക്ക് പിണക്കത്തിന്റെ ആവശ്യമില്ല, हमें नाराजगी की जरूरत नहीं है. പട്ടിണി ഇട്ടവനോടും പരിഭവത്തിന്റെ ആവശ്യമില്ല. अगर भूखा किसी ने डाला है तो उससे कोई घृणा भी नहीं होना चाहिए. എന്തിന് നമുക്ക് അതിന്റെ ആവശ്യം? क्या जरूरत है हमें? നമ്മളെ നടത്താൻ ശേഷിയുള്ളവൻ കൂടെ ഉണ്ട്. हमें चलाने वाला एक परमेश्वर हमारे ഇന്ന് साथ है. പറയണം, പട്ടിണിക്ക് എന്റെ ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപരിക്കാൻ പറ്റുകയില്ല. भूख को भी मेरे परमेश्वर से अलग नहीं कर सकता. നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഈ ലോകം തടഞ്ഞു വെക്കട്ടെ. हमारे जीवन में मिलने वाला मेहनताना भी संसार रोक ले तो ഈ भी. കർത്താവിനെ കണ്ടതിന്റെ പേരിൽ നിന്റെ ആനുകൂല്യങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയാൽ, अगर प्रभु को जाना है कर आपका मेहनताना बंधन में ഈ पड़ता है तो, ആനുകൂല്യങ്ങൾ ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ अगर ये मेहनताना कोई रोक देता है तो അതിനേക്കാൾ വലിയവനാ ദൈവമെന്ന് ഇന്ന് പകൽ आज തിരിച്ചറിയണം. आप समझना है कि उससे बढ़कर है हमारा परमेश्वर. നമ്മളെ ദൈവം വിളിച്ചത് നമ്മളെ വഴി നടത്താൻ ശക്തി ഉള്ളത് കൊണ്ടാ. परमेश्वर ने हमें चुना है क्योंकि वो हमें बलवंत रूप से चला सकता है. ശക്തിയില്ലാത്ത ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. जो बल नहीं ऐसे परमेश्वर को नहीं हम आराधना നമ്മുടെ करते. വിശപ്പടക്കാൻ കഴിയുന്ന ദൈവം, हमारा परमेश्वर हमारी भूख को मिटा सकता നമ്മളെ है, നടത്താൻ കഴിയുന്ന हमें ദൈവം. चला सकता है. ആ ദൈവം ശിഷ്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. यीशु मसीह शिष्यों से पूछा एक सवाल മക്കളെ, है, ആകാശത്തിലെ പറവകളെ നോക്ക്. आकाश के पक्षियों को അവ देखो. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ना കൂട്ടിവെക്കുന്നതുമില്ല. वो काटते ना काटते और ना जमा करते പക്ഷേ हैं. അവരെ ഈ സ്വർഗസ്ഥനായ പിതാവ് അവരെ നടത്തുന്നു, അവർക്കുള്ളത് ആവശ്യമുള്ളത് കൊടുക്കുന്നു. स्वर्गीय परमेश्वर क्या उन्हें नहीं चलाता, उनकी जरूरतों को पूरा नहीं करता क्या? അങ്ങനെയെങ്കിൽ ദൈവമക്കൾ തിരിച്ചറിയുക, ऐसा है तो आप समझे. ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലും വേദനിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. अगर परमेश्वर ने आपको चुना है तो खुदा आपको कभी दुख नहीं देगा. എന്ന് പറഞ്ഞാ പട്ടിണി ഇല്ലെന്നോ കഷ്ടത ഇല്ലെന്നോ ഒന്നും അല്ല പ്രിയരെ. दुख नहीं है, प्यास नहीं है, ऐसा कुछ नहीं. ക്രിസ്തീയ ജീവിതമാണോ ഇതല്ല ഉള്ളതാ. मसीह का जीवन है तो ये सब होगा आपके. ഇതാ ക്രിസ്തീയ ജീവിതം. ये है मसीही जीवन. ഒരുപക്ഷെ നീക്കി ബാക്കി വെക്കാൻ ഉണ്ടാകത്തില്ല. हो सकता है हमें जमा करके रखने के लिए कुछ ना हो. ഇതാ ക്രിസ്തീയ ജീവിതം. ये है मसीह जीवन. ആമേൻ. ഈ ഒരു അനുഭവം ഉണ്ടെങ്കിലേ യഥാർത്ഥമായി ദൈവത്തെ കണ്ട് മനസ്സിലാക്കി മുന്നേറാൻ പറ്റത്തുള്ളൂ. अगर ये अनुभव हमारे जीवन में तो सही परमेश्वर को खोज कर हम आगे बढ़ सकते हैं. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റില്ല, വാർപിരിക്കാൻ इसलिए പറ്റുകയില്ല. आपको याद रखना है कि मसीह के प्रेम से हमें कोई अलग नहीं कर सकता. അപ്പോസ്തലന്റെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നത്. प्रेरित के जीवन का अनुभव था ये. കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. परमेश्वर के बारे में एक बोध्य था उसे. വേദന അനുഭവിക്കപ്പെടുമ്പോൾ, दर्द जब सह रहा था, കഷ്ടത
കഷ്ടത അനുഭവിക്കപ്പെടുമ്പോൾ, कष्ट सह रहा था, ഒറ്റപ്പെടൽ അനുഭവിക്കപ്പെടുമ്പോൾ, अकेलापन सह रहा था, കൂട്ടു സഹോദരന്മാർ കുത്തുവാക്കുകൾ പറയുമ്പോൾ, सगे दोस्त उसको बुरा बात बोल रहे थे, കൂടെയുള്ളവർ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ, साथ वाले उसको निंदा करके बात करते थे, കൂടെയുള്ളവർ വേദനയുടെ ശരങ്ങൾ നിനക്കെതിരെ എറിയുമ്പോൾ, अगर सामने वाला वेदना की बातें करता है तो നിന്റെ അകത്തൊരു ബോധ്യമുണ്ട്, എന്റെ ദൈവമാരാ, उसको एक अच्छा बोध था, मेरा എന്റെ परमेश्वर कौन ദൈവം है? എന്റെ വേദനയെ मेरा അറിയുന്നവനാണ്. परमेश्वर मेरे दर्द को जानने वाला അവന്റെ है, സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റുകയില്ല. उसके प्रेम से मुझे कोई अलग ഞാൻ नहीं പറയാം, कर सकता, ഒറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തട്ടെ, अकेला करने वाला अकेला करने दो, തള്ളിക്കളയുന്നവർ തള്ളിക്കളയട്ടെ. लात मारने वाले लात मारने നിന്നെ दो, തള്ളാത്തൊരു ദൈവമുണ്ട്, मुझे लात नहीं मारने वाला एक നിന്നെ परमेश्वर है, സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, मुझे प्रेम करने वाला एक परमेश्वर है, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, मुझे संभालने वाला एक परमेश्वर है, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. आदर मान करने वाला एक ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നതാർ. ये मसीह के प्रेम से हमें कौन अलग कर सकता है? ഞാൻ ദൈവമക്കളോട് പറയാം, കഷ്ടത നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. कष्ट हमारे जीवन का एक भाग है, ഇതില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ഇല്ല. ये नहीं तो मसीह जीवन भी नहीं है, ഉൾക്കൊള്ളാൻ വലിയ പാടാ. इसको आपको मानना बहुत मुश्किल है। ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമുക്കെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. अगर हम सुबह उठते हैं तो सब चाहिए, ऐसा समय, നല്ല വസ്ത്രങ്ങൾ വേണം, अच्छा ड्रेस चाहिए, നല്ല ആഹാരങ്ങൾ अच्छा വേണം, भोजन चाहिए, നല്ല കാറ്, നല്ല സാഹചര്യങ്ങളെല്ലാം വേണം. अच्छी गाड़ी चाहिए, सारी നമ്മുടെ अवस्थाएं चाहिए, ആഗ്രഹങ്ങളായത്. हमारी इच्छाएं हैं ഞാൻ सब। ദൈവമക്കളോട് പറയാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതാ. मसीह जीवन बोले तो प्रभु की मर्जी करना है। ഇതെല്ലാം ഇവിടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചു. अगर प्रभु ने हमें ये सब दिया है तो उपयोग പക്ഷെ അത് में ले। ദൈവത്തിന്റെ നാമ മഹത്വത്തിന് और वो വേണ്ടിയാകണം. प्रभु की महिमा के नाम की महिमा നിന്റെ के लिए നാമം हो। ഉയരാനാകരുത്. आपके नाम की महिमा के लिए नहीं, ദൈവനാമത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുമ്പോൾ प्रभु के नाम की महिमा के लिए उपयोगी ഞാൻ होता है ദൈവമക്കളോട് तो പറയാം, നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് तब നോക്കാം. हम धैर्य से प्रभु के चेहरे की ओर देख सकते हैं, ധൈര്യത്തോടെ ദൈവത്തിനടുക്ക ചെല്ലാം. धैर्य से खुदा के नजदीक जा सकते हैं। ഇതാ ക്രിസ്തീയ ജീവിതം. ये है मसीह जीवन। ക്രിസ്തീയ ജീവിതത്തെ ശരിക്കൊന്ന് മനസ്സിലാക്കണം. ये मसीह जीवन को अच्छे से समझना, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടട്ടെ. परमेश्वर का अनुग्रह हमारे ऊपर उंडेला जाए। വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോഴും चुनौती हमारे जीवन में आता है നമ്മൾ तभी തകർന്നു പോകാതെ നിലനിൽക്കണം. हम थके बगैर टूटे बगैर खड़े ഒരിക്കൽ रहना। അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കത്തില്ല. हमको मसीह के प्रेम से अलग कौन करेगा? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ചില വാക്യങ്ങളൊന്ന് വായിക്കണം. परमेश्वर के वचन की गहराई में जाकर पढ़ना। ഉത്തമഗീതം 8:7 അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. हम उसके वचन को पढ़ते हैं तो गहराई को समझते ഈ हैं। ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് അണയ്ക്കാൻ കഴിയാത്തതാണ്. परमेश्वर का प्रेम बोले तो उसे छिपा नहीं सकते, അത് ആർക്കും കെടുത്തിക്കളയാൻ പറ്റാത്തത്. कोई भी उसे बुझा नहीं सकता है। റോമലേഖനം 8:32 മുതൽ 37 വരെ നമ്മൾ വായിക്കുമ്പോൾ रोमियो का 8:32 से हम पढ़ते हैं അവിടെ കാണുന്നത് ദൈവ സ്നേഹം എന്നുള്ളത് അക്ഷയമായതാണ്. वहाँ परमेश्वर का प्रेम बोले तो അത് ആർക്കും അടച്ചു കളയാൻ പറ്റാത്ത ഒരു ദൈവ സ്നേഹത്തിന്റെ कोई ആഴം. भी उसे दबा नहीं सकता, ऐसा एक प्रेम है। യോഹന്നാൻ 13:12 പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത് തളർത്താൻ സാധ്യമല്ലാത്ത ഒരു സ്നേഹം. हमें ना थकाने वाला एक प्रेम। നോക്കണം, തളർത്താൻ സാധ്യതയില്ലാത്ത ഒരു സ്നേഹം ക്രിസ്തുവിലൂടെ അവിടെ പ്രകടമാകുകയാണ്. परमेश्वर का प्रेम जो है कभी थकाता नहीं है, ऐसा एक प्रगटीकरण वहाँ हो रहा है। 2 കൊരിന്ത്യർ ലേഖനം 5:14 വാക്യം അവിടെ പറയുക, സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. क्योंकि मसीह का प्रेम हमें विवश करता നമ്മുടെ है। ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ ദൈവ സ്നേഹം നമ്മളെ നിർബന്ധിക്കും. परमेश्वर के हम हमारे जीवन में जब आलस्य होकर या थकित होकर बैठते हैं तो ये परमेश्वर का प्रेम हमें विवश करता है। എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നമ്മള് വല്ലാത്തൊരവസ്ഥയിരിക്കുമ്പോൾ सब कुछ समाप्त हो गया सोचकर हम जब बैठते हैं ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കും. तो ये प्रेम हमें विवश करता है, പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കും. प्रार्थना करने के लिए विवश करता പല है, കാര്യങ്ങൾ ചെയ്യാൻ कई നിർബന്ധിക്കും. कार्यों को करने के लिए विवश करता ദൈവത്തിന്റെ है, മഹത്വം വെളിപ്പെടാൻ परमेश्वर നിർബന്ധിക്കും. की महिमा के लिए विवश करता है, ദൈവനാമത്തിന് വേണ്ടി ഓടാൻ നിർബന്ധിക്കും. परमेश्वर के काम के लिए दौड़ने के लिए विवश ഈ करता है। ഉപവാസ പ്രാർത്ഥനയിൽ ഈ ദൈവ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നതാണ്. ये परमेश्वर का प्रेम ये उपवास प्रार्थना में हमें विवश करता है। 1 യോഹന്നാൻ 4:16 पहला यूहन्ना 4:16
16। ഞാൻ ദൈവത്തിന്റെ സ്നേഹം മാറ്റമില്ലാത്ത സ്നേഹമാണ്. परमेश्वर का प्रेम ना बदलने वाला एक प्रेम है। ഇന്ന് കാണുന്ന മാനുഷിക സ്നേഹങ്ങളെല്ലാം കുഴിമാടം കൊണ്ട് അവസാനിക്കപ്പെടും. मनुष्य का प्रेम तो समाप्त होने का है। ലോക മനുഷ്യന്റെ സകല സ്നേഹങ്ങളും പല സാഹചര്യങ്ങൾ കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടോ ഒക്കെ കട്ടായി പോകും, തകർന്നു പോകും. संसारिक प्रेम कई बातों से समाप्त हो जाता है तो ഓർക്കുക, ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു കാലത്തും അതിന് മാറ്റം വരികയില്ല. परमेश्वर का प्रेम ना बदलने वाला एक प्रेम ഈ है। ഉപവാസ പ്രാർത്ഥനയിലും ദൈവമക്കൾ ഉള്ളം തുറന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്, എന്റെ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ നിന്ന് മാറാൻ അനുവദിച്ചു കൊടുക്കരുത്. इसलिए उपवास प्रार्थना में हम प्रार्थना करें कि परमेश्वर का प्रेम हमसे अलग ना हो करके। നമ്മൾ വായിച്ച ഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും 8:39 റോമാലേഖനം പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം ആർക്കും വേർപെടുത്താൻ കഴിയാത്തതാണ്. रोमियो 8:39 से पढ़े तो परमेश्वर के प्रेम से हमें कोई अलग नहीं कर सकता लिखा गया है। നോക്കുക, ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹത്തിനകത്ത് നാം നിലനിൽക്കുക. परमेश्वर के प्रेम में बने रहे। ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയുന്നതല്ല. परमेश्वर के प्रेम से हमें कोई भी शक्ति अलग नहीं कर सकता है। 37ാമത്തെ വാക്യം വായിക്കുമ്പോൾ 8:37 हम पढ़ते हैं। അവിടെ പറയുന്നു, പൂർണ്ണ ജയം പ്രാപിക്കുന്നു. हम पूर्ण जय प्राप्त करते हैं। ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നവരാര്? परमेश्वर के प्रेम से हमें कौन अलग അത് कर सकता है? കഴിഞ്ഞിട്ടൊരു വലിയ നീണ്ട പട്ടിക പറഞ്ഞിട്ട് बहुत बड़ा एक लेख वहाँ बताया गया അപ്പോസ്തലൻ है। പറയാ, ഇതിലൊക്കെയും ഞങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. इन सभी में हम पूर्ण रूप से जयवंत होते हैं। എന്തുകൊണ്ടാണ് ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നത്? क्यों हम पूर्ण जयवंत होते हैं? यहाँ കഷ്ടതയെ നമ്മൾ ജയിക്കുന്നത് എന്തുകൊണ്ട്? कष्ट से हम क्यों जयवंत होते हैं? പട്ടിണിയെ ജയിക്കുന്നത് എന്തുകൊണ്ട്? कैसे हम भूख में जयवंत होते നമ്മുടെ हैं? ജീവിതത്തിൽ വരുന്ന ആപത്തുകൾ, വാളുകൾ, പ്രതിസന്ധികൾ, ഇവയെ നമ്മൾ ജയിക്കുന്നത് എന്തുകൊണ്ടാണ്? जो हमारे जीवन में कष्ट आता है तो हम उस पर जयवंत होते हैं। ഇവയൊക്കെ നമ്മൾ ജയിക്കുന്ന പൂർണ്ണ ജയം നമുക്ക് ലഭിക്കപ്പെടുന്നത് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെയാണ്. क्योंकि हमें पूर्ण रूप से जयवंत होते हैं मसीह के प्रेम के द्वारा है। ആ ഒരു സ്നേഹം നമ്മൾ അകത്തുള്ളത് കൊണ്ടാ ഇതിനെയൊക്കെ നമ്മൾ ജയിച്ചു മുന്നേറുന്നത്. परमेश्वर का प्रेम हमारे अंदर है, इसलिए हम इन सब बातों में जयवंत होकर बढ़ते ഈ हैं। സ്നേഹം മനസ്സിലാക്കാത്തവരാണ് പരാജയപ്പെട്ടു ये പോകുന്നത്. प्रेम को ना समझने वाले पराजित होते ആ हैं। ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാകാത്തവർ, ये मसीह का प्रेम ना समझने वाले लोग, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവർ, अपने मर्जी से चलने वाले लोग, സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പോകുന്ന ചിലര്. स्वयं की इच्छा पर चलने वाले कुछ लोग। അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകത്തില്ല. इसलिए परमेश्वर के प्रेम की गहराई वे नहीं समझ पाते। മറ്റൊന്ന്, അവർക്ക് പൂർണ്ണ ജയവും പ്രാപിക്കാൻ പറ്റുകയില്ല. इसलिए वे पूर्ण जय भी नहीं प्राप्त कर सकते। പലർക്കും ഭാഗിക ജയങ്ങളേ ഉള്ളൂ, कई लोगों को सिर्फ आधा अधूरा ही जय है। ഒരു പൂർണ്ണ സന്തോഷം ഇല്ല, एक पूर्ण आनंद नहीं है, ഒരു പൂർണ്ണ ജയം കിട്ടുന്നില്ല. एक पूर्ण रूप से जय नहीं प्राप्त എന്തൊക്കെയോ कर रहे। കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ സന്തോഷം, कुछ कार्य करते हैं तो आनंदित होते हैं, ഏതൊക്കെയോ കാര്യങ്ങളുടെ അകത്ത് മാത്രം അല്പ സന്തോഷം കിട്ടുക. कुछ कार्यों में ही अल्प रूप से वे आनंदित എന്നാൽ होते ഇന്ന് हैं। ഞാൻ ദൈവമക്കളോട് പറയാം, पर मैं आपसे कहता हूँ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു ദൈവ പൈതൽ मसीह के प्रेम को गहराई से समझा हुआ प्रभु का एक लोग അവൻ പറയും, ഇതിലൊക്കെയും എനിക്ക് പൂർണ്ണ ജയം वे പ്രാപിക്കാൻ कह കഴിയും. सकते हैं कि मैं पूर्ण जयवंत होऊंगा इन सब बातों में। ഞാൻ ജയാളിയാണ്. मैं जयवंत, അത്ര എന്നിൽ നിന്നുള്ള ആ ഒരു കിരീടം മറ്റാ കൊണ്ടുപോകാൻ मेरे കഴിയുകയില്ല. ऊपर से वो मुकुट को कोई लेके नहीं जा सकता। വിജയകരമായ ഒരു നല്ല അനുഭവങ്ങളെ കാഴ്ചവെക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. आप ऐसा एक दृष्टिकोण नजरिया रखना है कि आप जयवंत हो रहे हैं। ഞാൻ പറയാം, പട്ടിണി നമുക്കൊരു പരാജയമല്ല. भूख हमारे लिए हार नहीं है। എത്ര പേര് കേൾക്കുന്നുണ്ട്? ചിലര് പറയുന്നു പട്ടിണി കിടക്കുന്നത് ശാപമാ. कई लोग बोलते हैं भूखा रहना श्राप है, ഓ, കഷ്ടത വരുന്നത് ശാപമാ. क्लेश आना श्राप है। കുരുത്തക്കേട് ചെയ്തിട്ട് കഷ്ടത വന്നാൽ അത് നീ തിരിച്ചറിഞ്ഞോണം. गलतियां करते हो और कुछ क्लेश आता है तो आप समझे। കർത്താവിന്റെ സ്നേഹത്തിനകത്ത് നിന്നിട്ട് കഷ്ടത വന്നാൽ परमेश्वर के प्रेम में रहकर अगर क्लेश आता അത് है ശാപത്തിന്റെ ലിസ്റ്റിൽ അല്ല പ്രിയരെ. वो श्राप के लिस्ट में नहीं आता, നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാ. क्योंकि आप वो बातों को समझ नहीं पा रहे। इसलिए ക്രിസ്തുവിന്റെ സ്നേഹത്തിനകത്ത് നിൽക്കുന്ന ഒരുത്തനും ശാപം തൊടത്തില്ല. अगर मसीह के प्रेम में आप खड़े तो कोई श्राप आप छुएगा नहीं। ക്രിസ്തുവിന്റെ അകത്ത് ജീവിക്കുന്ന ഒരുത്തന്റെ മേലും ശാപമില്ല. मसीह के प्रेम में कोई बना रहेगा उसको श्राप नहीं है, ആ ശാപത്തെ മുറിക്കാൻ ഉലകത്തിൽ ഒരുത്തനും ജനിച്ചിട്ടുമില്ല. और श्राप को ये कोई संसार में पैदा भी नहीं हुआ। കാരണം കർത്താവിന്റെ വചനം പറയുന്നു, അവന്റെ ക്രൂശ് മരണത്തിലൂടെ സകല ശാപങ്ങളും ആ യേശു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. वो मसीह के लहू के
द्वारा क्रूसीकरण के द्वारा सारे श्रापों को ले लिया गया है പിന്നെ करके। ആർക്കായി ശാപം പിന്തുടരുന്നേ? फिर किसको ये श्राप पीछा നിനക്ക് करता है? കർത്താവിനെ ശരിക്കും അറിയാത്തതുകൊണ്ടാ. क्योंकि आप प्रभु को जानते നീ नहीं है, വചനപ്രകാരം ജീവിക്കാത്തതുകൊണ്ടാ. प्रभु के वचन अनुसार नहीं നീ जीता है, കർത്താവിന് വേണ്ടി ജീവിക്കാത്തത് കൊണ്ടാ ശാപം നിന്നെ प्रभु പിന്തുടരുന്നേ. की मर्जी से नहीं जीते, इस वजह से श्राप आपका पीछा ഒരു करता है। ശാപം ഒരു ദൈവ പൈതലിനും പിന്തുടരാൻ അനുവദിക്കത്തില്ല कोई ദൈവം. श्राप परमेश्वर आपका पीछा करने नहीं देगा। അതിന്റെ അകത്തൊരു ദൈവ വിശ്വാസിക്ക് പൂർണ്ണ ജയം കിട്ടിയിരിക്കുകയാ. परमेश्वर के विश्वासी को पूर्ण जय मिल चुका है। ഇനി ശാപം എനിക്കുണ്ടെന്ന് നീ പറഞ്ഞാൽ अगर श्राप अभी भी मेरे में है बोले तो നീ ഒന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. फिर से सोचना पड़ेगा നീ ആരാധിക്കുന്നത് ഏത് ദൈവത്തെയാ? वो किसको आराधना करता है, നീ വിശ്വസിക്കുന്നത് ഏത് ഗ്രന്ഥത്തെയാ? आप कौन से ग्रंथ का विश्वास വിശുദ്ധ करते ബൈബിൾ हैं। അനുസരിച്ച ജീവിക്കുന്നതെങ്കിൽ अगर विशुद्ध पवित्र बाइबल जिसे जीते हैं, ജീവിക്കാത്തവന്റെ കാര്യം എനിക്കറിയത്തില്ല. जो नहीं जीने वाले का मैं नहीं बोलता, ജീവിക്കുന്നവന് ശാപമില്ല. जीता है उसके लिए श्राप नहीं है। യേശുവിൽ വിശ്വസിച്ച് വചനത്തെ അനുസരിച്ച് നിൽക്കുന്ന ഒരുത്തന് ശാപം ഇല്ല. परमेश्वर पर विश्वास कर वचन के अनुसार जीने वाले व्यक्ति के जीवनों में श्राप नहीं है। ഞാൻ ദൈവമക്കളോട് പറയാം, പൂർണ്ണ ജയം കിട്ടിയിരിക്കുക. मैं आपसे कहता हूं हमें पूर्ण जय मिल चुका है। അപ്പോസ്തലൻ പറയാ, എനിക്ക് പൂർണ്ണ ജയം കിട്ടിയതിനകത്ത്. प्रेरित कहता है मैं उन सब बातों में जयवंत हो चुका। എന്നെ കാരാഗ്രഹത്തിലിട്ട് പൂട്ടിയപ്പോഴും मुझे जब जेल में डालकर बंद किया, അയ്യോ എനിക്ക് അവരോട് പരാതി തോന്നിയില്ല. मेरे को उनसे कोई भी बुराई नहीं लगा। നമ്മളാണ് ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ പുറത്ത് ഭയങ്കര പ്രകടനങ്ങളാ. हाँ, आज के समय में जैसे करते हैं तो बाहर लोग आके खड़े हो जाते हैं, ഈ പകൽ ഞാൻ ദൈവമക്കളോട് പറയാ, पर मैं आज आपसे कहता हूँ പ്രകടനം ദൈവത്തിന്റെ പാതയല്ല. प्रकट करना प्रभु का मार्ग नहीं है, കൊടി കുത്തുന്നത് ദൈവത്തിന്റെ മാർഗവുമല്ല. झंडा गाड़ना प्रभु का मार्ग नहीं है। പത്രോസിനെ പിടിച്ച് തടവറയിലാക്കി. पतरस को जेल में डाल दिया गया। പത്രോസ് അകത്ത് കിടക്കുമ്പോ पतरस अंदर पड़ा अभी, പുറത്ത് പത്രോസിന്റെ കൂടെ ആരാധിച്ചവരും बाहर जो है पतरस के साथ आराधना करने वाले लोग, പത്രോസിനെ അറിയാവുന്നവരും पतरस को जानने वाले लोग, ഒക്കെ വന്ന് ആ ജയിലിന്റെ മുന്നിൽ വന്ന് ജയ് വിളിച്ചോ? क्या वो लोग सब जेल के सामने आकर कुछ हंगामा किए, बोला कुछ ജയ് വിളിച്ചോന്ന്? जय बुलाया? ഒറ്റ രാത്രി തികച്ച് തമ്പുരാൻ കടത്തിയില്ല. एक रात उसे सोने नहीं दिए। എന്തുകൊണ്ടാ അറിയോ? क्यों ऐसा? അവിടെ കടന്നവൻ സാധാരണക്കാരനല്ല. क्योंकि वहाँ लेटा साधारण व्यक्ति नहीं था, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തിട്ടാ കടന്നെങ്കിൽ परमेश्वर की मर्जी कर अगर जेल में പുറത്തു है കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ദൈവത്തിനാ. तो बाहर लेके आने का उत्तरदायित्व भी परमेश्वर का അതിന് है। ഞാനും നിങ്ങൾ കൊടി പിടിച്ചിട്ട് കാര്യമില്ല. तो आप और हम झंडा गाड़ने से नहीं होगा, ഞാനും നിങ്ങൾ ജയ് വിളിച്ചിട്ട് കാര്യമില്ല. और आप जय बुलाने से नहीं होगा। ഞാൻ ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, मैं आज आपसे कहता हूँ പത്രോസിനെ രക്ഷിക്കാൻ സഭ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. पतरस को बचाने के लिए पूरी कलीसिया घुटने टेक कर प्रार्थना അത് किया। കാരാഗ്രഹത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചെന്നല്ല, कारागृह के सामने बैठकर प्रार्थना, അവർ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് അവരൊന്നിച്ച് പ്രാർത്ഥിച്ചു. वो प्रार्थना के कमरे में बैठकर मिलकर दुआ की। പ്രാർത്ഥിക്കുന്ന സഭ വേണം. प्रार्थना करने वाले एक सभा चाहिए। പ്രാർത്ഥിക്കുന്ന സഭയുണ്ടെങ്കിലേ അവൻ ദേശത്ത് ദൈവത്താൽ ബന്ധിക്കപ്പെട്ടവൻ പുറത്തു വരത്തുള്ളൂ. प्रार्थना करने वाले कलीसिया है तो जो बंधनों में वे छुड़ाए जा सकते हैं। പണത്തിന്റെ മുകളിൽ പറക്കുന്ന സഭകൾ ലോകത്ത് പരാജയമാ. पैसों के बल पर रहने वाली कलीसिया संसार में पराजित है। ദൈവത്തിന്റെ കരത്തിലുള്ള സഭ എഴുന്നേക്കട്ടെ. परमेश्वर के हाथों वाली कलीसियाएं उठने दो। എനിക്കറിയത്തില്ല ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നതെന്ന് അറിയാവോ? हम जानते हैं संसार में क्या क्या होता है। കാരണം ഒരാളെ പിടിച്ച് ജയിലിലാക്കിയാൽ एक व्यक्ति को अगर जेल में डाल दे, കർത്താവിന് വേണ്ടി ആന്ന് ഓർക്കണം. प्रभु के लिए सोचो, കർത്താവിന് വേണ്ടി ജയിലിലാക്കപ്പെടുമ്പോൾ प्रभु के लिए जेल में डाल दिया गया, നമ്മൾ വേറെ സംഘടന രൂപീകരിക്കുക. हम बाकी बातों को बनाने लगते हैं। എന്തിനാ ഈ സംഘടന രൂപീകരിക്കുന്നത്? क्यों ये बातों को बनाते हैं? ഇവരെ പുറത്തു കൊണ്ടുവരണം. कैसे भी करके उन्हें बाहर, കാലങ്ങൾ എത്ര മാറിയാലും, मैं कहता हूँ कोई सा भी समय क्यों ना ഭരണങ്ങൾ हो, എത്ര മാറിയാലും, कितना भी राज्य क्यों ना आ जाए, ഭരണഘടനകൾ മാറിയാലും अगर कोई भी नेता आ जाए, ദൈവത്തിന്റെ വചനത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. परमेश्वर के वचन को बदलाव नहीं है। ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ലെന്ന്. परमेश्वर के वचन में बदलाव नहीं ദൈവ है। വചനത്തിന് മാറ്റമില്ലെങ്കിൽ, परमेश्वर के वचन में बदलाव नहीं है तो ദൈവമക്കളെ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള വിടുതലിന് മാറ്റമില്ല. परमेश्वर से मिलने वाला छुटकारे में भी बदलाव नहीं അന്ന് है। പത്രോസിനെ വിടുവിച്ച ദൈവം ഇന്ന് വിടുവിക്കാൻ ശക്തനാ.
ഒരുത്തനാ. पत्रोस को छुड़ाया परमेश्वर आज പക്ഷേ भी छुड़ाने के लिए सामर्थ्य है। കുഴപ്പം എന്നാന്നറിയാമോ? और क्या प्रॉब्लम क्या है? ജയ് വിളിക്കാനേ ഇന്ന് ആളുള്ളൂ. क्योंकि जय बुलाने के लिए यहाँ ഇന്ന് लोग हैं। ഘോരമായി തർക്കിക്കാനേ ആളുള്ളൂ. और बहुत सारे लोग हैं जो वाद ഇന്ന് विवाद के लिए വെല്ലുവിളിക്കാനേ ആളുള്ളൂ. बोलने के लिए लोग हैं यहाँ। ഇന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ സഭയില്ല. प्रार्थना करने वाली ഇന്ന് कलीसिया नहीं है। പ്രാർത്ഥിക്കാൻ വീടില്ല. प्रार्थना करने के ഇന്ന് लिए घर नहीं है। പ്രാർത്ഥിക്കുന്ന കൂട്ടങ്ങളില്ല. प्रार्थना करने वाले झुंड नहीं ദൈവസഭകളുടെ പരാജയം कलीसिया की पराजय। പ്രാർത്ഥിക്കാൻ ആളില്ലെന്നുള്ളതാ. प्रार्थना करने के लिए आदमी नहीं, लोग മടങ്ങി नहीं। വരണം സഭ. वापस लौट कर आए सभा। മടങ്ങി വരണം പ്രസ്ഥാനങ്ങൾ. लौट कर आए प्रस्थान। മടങ്ങി വരണം ദൈവത്തിന്റെ സഭ. लौट कर आए परमेश्वर की कलीसिया। എന്നാലേ ദൈവം ഇറങ്ങത്തുള്ളൂ. तभी परमेश्वर उतरेगा। ആരും വാദിക്കാനൊന്നും പോയില്ല പത്രോസിന് വേണ്ടി. पत्रोस के लिए कोई भी वाद विवाद करने नहीं गया, പുറത്തിറക്കാൻ പോയില്ല. बाहर निकालने नहीं गया उसे। ബൈബിൾ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ बाइबल का इतिहास पढ़े तो കൂട്ടിയിട്ട എത്രയോ എണ്ണം ഉണ്ടായിരുന്നു. कितने लोग थे वहाँ जिसको പഴയ पकड़ के നിയമം रखा। പുതിയ നിയമം पुराना नियम और नया नियम हो। ഓർത്തു നോക്കിക്കേ, എത്ര എണ്ണത്തെ ബന്ധിച്ചു. कितने लोगों को जेल में डाला। യോസേഫിനെ കാരാഗൃഹത്തിലിട്ട് പൂട്ടിയില്ലേ? यूसुफ को भी तो कारागृह में डाला। ആരെങ്കിലും അവന് വേണ്ടി ശബ്ദമുയർത്തിയോ? कोई भी उसके लिए आवाज उठाया? ആരെങ്കിലും അവന് വേണ്ടി ആ കാരാഗൃഹത്തിന്റെ വാതിൽ മുട്ടിയോ? कोई भी कारागृह के दरवाजे को എടാ, खटखटाया? തമ്പുരാന്റെ മുമ്പിൽ അതിന് നീതി ഉണ്ടെങ്കിൽ, परमेश्वर के सामने अगर धर्म है, ദൈവത്തിന്റെ മുൻപിൽ നിനക്ക് നീതി ഉണ്ടെങ്കിൽ, परमेश्वर के सामने तुम्हारे लिए ഒരു धर्म है तो ന്യായ പീഠത്തിനും നിന്നെ തളയ്ക്കാൻ പറ്റുകയില്ല. कोई भी न्याय स्थान आपको रोक नहीं ഇനി ഇത് सकता। നിന്റെ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ अगर ये प्रभु की योजना है ഒരു तो ദിവസം നിന്നെ പുറത്തു കൊണ്ടുവരും. एक दिन वो बाहर लेकर आएगा। ദൈവമായിട്ട് ചിലതിനെ എഴുന്നേൽപ്പിക്കും. प्रभु अपनी मर्जी से कुछ लोगों को खड़ा അപ്പൊ करेगा। നമ്മൾ പറയും ദൈവം ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാ പാസ്റ്ററെ. तब कहेंगे प्रभु ने मुझे കൊടി उठाया പിടിക്കാൻ पास्टर। ഒരുത്തനെ തമ്പുരാൻ എഴുന്നേൽപ്പിക്കുകയില്ല. पकड़ने के लिए किसी को नहीं खड़ा करेगा। വാദപ്രതിവാദങ്ങൾ നടത്താൻ ദൈവം ആരെ എഴുന്നേൽപ്പിക്കത്തില്ല. बात करने के लिए परमेश्वर किसी को खड़ा नहीं करेगा। ദൈവം എഴുന്നേൽപ്പിച്ചാൽ ചില വിടുതലുകൾ और സംഭവിക്കും. परमेश्वर आएगा तो प्रभु कुछ कार्यों को छुटकारों को करेगा। തുറങ്കിൽ അടച്ചവരെ എത്രയോ എണ്ണത്തെ പുറത്തു കൊണ്ടുവന്നു इतने ദൈവം. लोगों को जो बंद कर दिए गए थे प्रभु बाहर പുതിയ लेकर നിയമം आया। അതിനേക്കാൾ കൂടുതലാ. नए नियम में उससे भी ज्यादा। ഓർത്തു നോക്ക്. ഇനി ഒന്ന് വേറൊന്ന് ചിന്തിച്ചു ചോദിക്കും, യേശുവിന് വേണ്ടി ആരാ വാദിക്കാനുണ്ടായിരുന്നേ? अब सोचिए यीशु मसीह के लिए कौन वाद विवाद किया? 5 കോടതികളിലായി 7 പ്രാവശ്യം വിസ്താരം നടത്തി ക്രിസ്തുവിനെ. 5 कोर्ट में 7 बार उसका न्याय किया गया। വല്ല കുറ്റം ഉണ്ടായിരുന്നോ? कुछ गलती था क्या ഒരു उनमें? കുറ്റവും ഇവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന്. कोई भी गलती उनमें खोज नहीं पाए थे। ഒരു കുറ്റവും ക്രിസ്തുവിൽ കണ്ടില്ല. പക്ഷേ യേശു ക്രൂശിക്കാൻ ഏൽപ്പിക്കപ്പെട്ടു. यीशु मसीह में कोई गलती नहीं है, फिर भी उसे मसीह क्रूस पर ആ चढ़ा दिया गया। യേശുവിന് വേണ്ടി വാദിച്ചതാരാ? उस मसीह के लिए कौन विवाद किया? ഒരുത്തൻ മാത്രം പെട്ടെന്ന് പ്രതികരിച്ചു. एक व्यक्ति वहां पे प्रतिकरण दिखाया। അവനാ പത്രോസ്. वो है पतरस। ചാടി ഒരു പടയാളികളുടെ ആ കാത് അറുത്തു മാറ്റി. तलवार लेकर एक सैनिक का कान काट देता है वो। യേശു കർത്താവ് ചെയ്തെന്താ? यीशु मसीह वहां पर क्या करता है? ഇങ്ങനെ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഇരിക്കും, എന്റെ അനുയായികൾ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഇങ്ങനെ ऐसा है तो मेरे साथ तुम लोग ऐसा करोगे तो मेरे साथ वाले तुम्हारे साथ ऐसा ഇങ്ങനെയൊക്കെ करेंगे। പ്രതികരിക്കും ऐसे सब प्रतिकरण करेंगे। എന്നല്ല യേശു പറഞ്ഞേ. ऐसा नहीं है यीशु बोला। പ്രതികരിച്ച പത്രോസിനെ प्रतिकरण किया हुआ जो ദൈവം पतरस, ശാസിച്ചു. परमेश्वर ने उसे डांटा। യേശു പറയാ, വാളെടുക്കുന്നവൻ വാളാൽ यीशु ने उसे कहा तलवार उठाने ആ को, വാള് നീ ഉറയിലിടുക. तलवार को अपने मयान में डाल। യേശു എന്നിട്ട് എന്താ ചെയ്തേ? फिर यीशु ने क्या किया? ആ അറുക്കപ്പെട്ട കാതെടുത്തിട്ട് അവന് വെച്ചു वो കൊടുത്തു. कटा हुआ कान लेकर उस सैनिक को लगा के दिया। അതുകൊണ്ടുള്ള ഗുണം എന്നാന്നറിയാമോ? उससे क्या हुआ फायदा? അവനാ വന്നിട്ട് യേശുവെ മരിച്ചോ എന്ന് ഉറപ്പുവരുത്തുവാൻ നോക്കി നിന്നപ്പോൾ ആ മനുഷ്യനാ പറയുന്നത്, സാക്ഷാൽ നീ ദൈവപുത്രൻ തന്നെ. वो व्यक्ति जब भाला लेकर यीशु को मरा हुआ देखने के लिए आया तो वो व्यक्ति कहने लगा यही है सही में ന്യായവും परमेश्वर। നീതിയും നടത്തേണ്ട പീലാത്തോസ് പോലും യേശുവിനെ നോക്കിയിട്ട് പറയുക, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. करने वाला पिलातुस भी उसकी तरफ देख के बोलता इसमें मैं कोई गलती मैं देख नहीं रहा। പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, അവൻ നീതിമാനാണ്, അവന്റെ കാര്യത്തിൽ ഇടപെടരുത്. पिलातुस की पत्नी बोली कि वो धर्मी है, उसके कार्य में तू अपना हाथ ना डालना। പടയാളി പറഞ്ഞു, ഇവൻ സാക്ഷാൽ അവൻ ദൈവപുത്രൻ തന്നെ. और वो सैनिक कहता है ये मनुष्य जो है परमेश्वर का पुत्र है।
പിതാവ് അവനെ पिता ഉയർത്തെഴുന്നേൽപ്പിച്ചു. ने उसे जिलाया। ഇതാ ദൈവമക്കളെ നമ്മുടെയും പ്രത്യാശ. ये है हमारा भी प्रत्याशा, ഇത് आशा നമുക്ക് होना ഇപ്പൊ है। ഇല്ലാത്തതിന്റെ കാര്യം ये क्यों नहीं है आज? നമുക്കൊന്നും പ്രാർത്ഥനയില്ലതാ. क्योंकि हमारे जीवन में प्रार्थना नहीं है। കൂട്ടങ്ങൾ എഴുന്നേക്കട്ടെന്ന്, झुंड खड़े होने दो, കുടുംബങ്ങൾ എഴുന്നേക്കട്ടെ, परिवार खड़े होने दो, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേക്ക്, आत्मा में प्रार्थना करने के വിഷയത്തെ लिए, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ विषयों को തയ്യാറാക. लेकर प्रार्थना करने വല്ലോ के लिए। പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല कुछ പ്രിയരെ. बोलने से कुछ नहीं होगा। ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാക. प्रभु के लिए खड़े होने के लिए എങ്കിൽ तैयार हो। മാത്രമേ ദൈവ പ്രവൃത്തി तभी വെളിപ്പെടുകയുള്ളൂ. परमेश्वर का कार्य प्रकट हो। പൂർണ്ണ ജയം കിട്ടി. पूर्ण जय पाया। അപ്പോസ്തലൻ പറയും, ഇതിലൊക്കെയും ഞങ്ങൾ എന്ത് ചെയ്തു? പൂർണ്ണ ജയം പ്രാപിച്ചു. इन सभी बातों में हम जयवंत हो गए। യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം. യോഹന്നാൻ 16:33 ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. संसार में तुम्हें क्लेश होता है, परंतु ढांढस बांधो, मैंने संसार को जीत लिया है। യേശു കർത്താവ് എന്നെ പറഞ്ഞേ, यीशु मसीह ने क्या कहा? നിങ്ങൾക്കൊരു പൂർണ്ണ ജയമുണ്ട് ഇതിലൊക്കെയും. इन सब बातों में तुम्हें एक जय है, പക്ഷേ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തുണ്ട്? पर इस संसार में तुम्हें क्या പറഞ്ഞേ, है? കഷ്ടതയുണ്ട്. क्लेश है। കഷ്ടതയില്ലാത്ത ജീവിതം ക്രിസ്തീയ ജീവിതം അല്ല പ്രിയപ്പെട്ടവരെ. क्लेश नहीं है, ऐसा जीवन मसीह जीवन नहीं है। ജീവിതത്തിന്റെ അകത്ത് കഷ്ടതയുണ്ടെങ്കിൽ ഓർത്തോണം, കൂടുതൽ നീ കർത്താവിനോട് അടുക്കുന്നവനാ. अगर जीवन में क्लेश है तो समझ जाना आप खुदा के और करीब है। നീ കർത്താവിനോട് കൂടെ നടക്കാൻ കൊതിക്കുന്ന ആളാ. आप खुदा के साथ चलने की लालसा करने वाले ഒരു व्यक्ति വാക്യം हैं। കൂടെ നിങ്ങൾ വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ജയിപ്പിക്കുന്നവൻ നമ്മുടെ കൂടെ ഉണ്ട്. जयवंत करने वाला हमारे साथ में है। ആമേൻ. ഇവയ്ക്കെല്ലാം പൂർണ്ണ ജയം നമ്മൾ പ്രാപിക്കുന്നു. इन सभी में हम पूर्ण जय प्राप्त करते हैं। മരണത്തിനോ ജീവനോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇവയ്ക്കൊന്നും കഴിയുകയില്ല. यहाँ पे 38वां वचन के मृत्यु ना जीवन। ചുമ്മാതെ പറയല്ല, എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. मैं इन बातों में दृढ़ हूँ। എനിക്കൊരു പൂർണ്ണ നിശ്ചയമുണ്ട്. मैं एक पूर्ण निश्चय करता हूँ। എനിക്കൊരു പൂർണ്ണ ബോധ്യമുണ്ട്. मेरे को एक पूर्ण बोध्य ഈ है। ബോധ്യമാ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ये बोध्य है, ये समझ है, नष्ट ഈ हो गया। ബോധ്യം പലർക്കും നഷ്ടപ്പെട്ടു कई പോയി. लोगों को ये समझ नष्ट हो നമ്മൾ गया। ഇപ്പോഴും ചോദിക്കുന്നത്, आज भी हम ये सवाल करते ദൈവം हैं, ഈ വിഷയത്തിൽ വിടുവിക്കുവോ? क्या प्रभु इस विषय पे छुड़ाएगा हमें? ദൈവം പ്രവർത്തിക്കുമോ? क्या खुदा कार्य करेगा? യേശു അത്ഭുതം ചെയ്യുവോ? क्या खुदा चमत्कार करेगा? യേശു വിടുവിക്കുമോ? यीशु छुड़ाएगा क्या? ഈ മരണത്തിൽ നിന്ന് എന്നെ ये വിടുവിക്കുമോ? मृत्यु से मुझे छुड़ाएगा ഈ क्या? കഷ്ടതയ്ക്കകത്തുനിന്ന് എന്നെ ये വിടുവിക്കുമോ? क्लेश में से मुझे छुड़ाएगा क्या? ഈ പട്ടിണിക്കകത്തുനിന്ന് ഞങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുമോ? ये भूख में से हमारे जीवन में बदलाव आएगा क्या? ഓർക്കുക, ഒരു പൂർണ്ണ ബോധ്യം വേണം एक ദൈവമക്കൾക്ക്. पूर्ण रूप का एक बोध्य समझ होना आपको। മരണത്തിന് നമ്മളെ വേർപിടിക്കാൻ क्या കഴിയത്തില്ല. मृत्यु हमसे प्रेम से अलग करेगा? ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ 10 സാധ്യതകളെയാണ് പൗലോസ് വെല്ലുവിളിക്കുന്നത്. यहाँ पे जो है प्रेरित 10 चुनौतियों को बताता है। यहाँ पे എന്നെ ഒന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ? क्या मुझे इसमें से हटा सकते എനിക്ക് हैं? ഭയങ്കര ബോധ്യവാ, मुझे इसमें समझ है, എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നുള്ളത്. परमेश्वर से सब संभव है നിങ്ങൾ करके। പിന്നീട് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. बाद में आप इन बातों को समझिए। മരണത്തിന് എന്നെ വേർപെടുത്താൻ കഴിയത്തില്ല. मृत्यु मुझसे अलग नहीं कर सकता। ജീവന് നമ്മളെ വേർപെടുത്താൻ കഴിയത്തില്ല. जीवन मुझे अलग नहीं कर सकता, കാരണം ജീവൻ ക്രിസ്തുവാണ്. क्योंकि जीवन परमेश्वर यीशु है। മരണമായാലും ജീവനായാലും നാം അവന്റെ വകയാ. मृत्यु हो जीवन, हम खुदा के വായിച്ചേ भागीदार हैं। 1 കൊരിന്ത്യർ ലേഖനം 3:22. 3:22 पहला कुरिन्थियों। നിങ്ങളുടെ ജീവൻ ക്രിസ്തുവാ. आपका जीवन मसीह है। ഈ മക്കളെ, നമ്മുടെ ജീവൻ ക്രിസ്തു ആയിരിക്കണം. हमारा जीवन मसीह होना है, എങ്കിലേ നമ്മൾ तभी ജയാളികളാകത്തുള്ളൂ. हम जयवंत हो सकते हैं। അടുത്ത റോമാലേഖനം 14:8 വാക്യം വായിച്ചേ. 14:8. 14:8 रोमियो। ഓ, എന്നാ ഉറപ്പാ, പ്രഖ്യാപനമാ. कितनी बड़ी घोषणा यहाँ होती है। ഇത് ദൈവത്തിലുള്ള ഉറച്ച ബോധ്യമാ. यहाँ परमेश्वर के लिए दृढ़ता से होने ഞാൻ वाली बोध പറഞ്ഞ है। ദൈവമക്കളെ, പലർക്കും ഇത് നഷ്ടപ്പെട്ടു कई പോയി. लोगों को ये नष्ट हो चुका ഈ है। ഉപവാസ പ്രാർത്ഥനയിൽ തിരിച്ചെടുക്കണം. അത് ये उपवास प्रार्थना में वापस ഈ प्राप्त ശബ്ദം करना है। കേൾക്കുന്ന ദൈവമക്കളെ തിരിച്ചു പിടിക്കണം. ये शब्द को सुनने वाले प्रभु के लोग वापस ശക്തിക്കും എന്നെ വേർപിരിക്കാൻ कोई भी കഴിയത്തില്ല. सामर्थ्य शक्ति मुझे अलग नहीं कर പറയുന്ന ആ ദൂതന്മാർ पर यहाँ बताया गया स्वर्गदूत। സാത്താന്യ ദൂതന്മാരെയാ പറയുന്നത്. यहाँ सातानी रूप से जो അത് നമ്മൾ स्वर्गदूत है उन्हें കാണുമ്പോൾ बताया गया। എഫേസ്യ ലേഖനം 6:12 കാണാം. इफिसियों 6:12 में हम देखते हैं। എഫേസ്യ ലേഖനം 6:12.
ഒരു ദൂതന്മാർക്ക് നിന്നെ കീഴടക്കാൻ പറ്റുക. आपको दबा नहीं सकता है। ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല. परमेश्वर के प्रेम को अलग नहीं कर ഇന്ന് सकता। മകൾ ദൈവമക്കൾ ഉറച്ചു വിശ്വസിച്ചോണം. आप दृढ़ हो जाएं ഈ आज। ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വരാനുള്ളതാകട്ടെ ഇപ്പോഴുള്ളതാകട്ടെ എന്റെ ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റുകയില്ല. चाहे वर्तमान हो भविष्य के बात हो, कोई भी जो है परमेश्वर के प्रेम से मुझे अलग नहीं कर सकता। അടുത്തത് പറയാ ഉയരത്തിനോ ആഴത്തിനോ. सामर्थ्य न ऊंचाई को। ആമേൻ സ്തോത്രം. ഈ ഒരു അവസ്ഥയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ऊंचाई और गहराई मेरे लिए कुछ नहीं कर सकता। ഈ ആഴത്തിലുള്ള അവസ്ഥയ്ക്കോ इस गहराई वाली बात को, ഉയരത്തിനുള്ള അനുഭവങ്ങൾക്കോ ऊंचाइयों के अनुभव क्यों ना എന്നെ हो, ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. मुझे कुछ नहीं कर सकते। ഇന്ന് പകൽ ദൈവമക്കൾ മറന്നു പോകരുത്. आज आप ना भूले, ഉയരത്തിലെ ഒരു ദുഷ്ടാത്മ സാന്നിധ്യത്തിനും എന്റെ ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒക്കില്ല. ऊंचाइयों की कोई भी सामर्थ्य शक्ति प्रभु के प्रेम से मुझे अलग नहीं कर सकता ഇത് है। ഭക്തന്റെ ഉറപ്പാ. एक भक्त की दृढ़ता है ये। ഇതൊരു ദൈവ ഭക്തന്റെ ബോധ്യമാ ക്രിസ്തുവിലുള്ളത്. परमेश्वर में परमेश्वर के भक्त का बोध्य है ഇന്ന് ये। പകലൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? आप विश्वास करें आज, ഉള്ളൊന്ന് തുറന്ന് ദൈവമക്കൾ ഒന്ന് ആഴത്തിലൊന്ന് क्योंकि മനസ്സിലാക്കി. गहराइयों को से परमेश्वर को समझ कर देख। തമ്പുരാൻ ഒഴികെ परमेश्वर को छोड़ ഉലകത്തിലേതെല്ലാം അനുഭവങ്ങളുണ്ടോ सृष्टि का कोई भी अनुभव क्यों ना हो, അവയ്ക്കൊന്നും उस कोई भी चीज എന്റെ കർത്താവിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ हमें പറ്റുക. परमेश्वर के प्रेम से हमें अलग नहीं कर सकता। ഇതിനപ്പുറത്തൊരു ഉറപ്പൊരു ഭക്തന് വേണോ? इससे बड़ी दृढ़ता एक भक्त को चाहिए क्या? ഇന്ന് പകലൊന്ന് ഉറച്ചു വിശ്വസിച്ച് आप आज दृढ़ता से विश्वास ഈ करें। പകൽ നമുക്കും പറയാം ഈ പൗലോസിനോട് ചേർന്ന് आज हम भी पौलुस के साथ बोल सकते हैं। ആ വിജയഗീത നമുക്കും ഉച്ചത്തിൽ പാടാൻ वो കഴിയട്ടെ. जयवन होने का गीत हम मिलकर गाएं। ഇന്ന് നമുക്കും പറയാം, इसलिए आज हम भी बोल सकते हैं, നമുക്കും ആ വിജയഗീതം പാടാം. वो विजय गीत हम भी गाएं। എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് मैन मुझे मसीह के प्रेम से വേർപിരിക്കാൻ ആർക്കും कौन കഴിയില്ല. अलग कर सकता है? ഏത് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും कोई भी अवस्था बदल जाए, ലോകം മുഴുവൻ എനിക്കെതിരെ കീഴ്മേൽ सारी മറിഞ്ഞാൽ दुनिया मेरे अधीन हो जाए या ഞാൻ बदल जाए, ക്രിസ്തുവിലുള്ളവനാണെങ്കിൽ, मैं मसीह में हूँ, വചനം അനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ, वचन मानकर जीने वाला हूँ, വചനപ്രകാരം वचन നിലനിൽക്കുന്നവനാണെങ്കിൽ अनुसार बना रहने वाला हूँ। നിനക്കുള്ളതെല്ലാം സുരക്ഷിതമായി നിന്റെ കരത്തിലെത്തിക്കാൻ, आपके हाथों में जो आना है वो सुरक्षित पहुंच जाएगा। നിന്നെ പോറ്റാനും आपको पालने के നിന്നെ लिए, നടത്താനും आपको चलाने के लिए ശേഷിയുള്ള ഒരു ദൈവം നമ്മൾ ആരാധിക്കുന്ന യേശു. हमें पालने पोषण करने वाला एक परमेश्वर की हम അങ്ങനെയെങ്കിൽ आराधना ഇന്ന് പകൽ करते हैं। ദൈവസന്നിധിയിൽ സമർപ്പിച്ചു अपने आप को ആ समर्पण करें, കണ്ണുകളെ ദൈവസന്നിധിയിൽ മൂടുക. अपनी आंखों को उस खुदा ഒരു के सानिध्य നിമിഷം समर्पण കർത്താവിന്റെ करें, സന്നിധിയിലേക്ക് സമർപ്പിച്ചു अपने കൊടുക്കുക. आप को समर्पण കേട്ട करें। വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. सुना हुआ वचन हमारे जीवन में बदलाव को നമ്മുടെ लाए, ജീവിതത്തിൽ വ്യത്യാസങ്ങൾ हमारे ഉണ്ടാകണം. जीवन में बदलाव लाए। ഒരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറാൻ कोई भी പറ്റില്ല. सामर्थ्य प्रभु के प्रेम से हमें अलग नहीं कर എന്നെ മാറ്റാൻ सकता, പറ്റുകയില്ല. मुझे नहीं बदल ഈ सकता। വചനത്തിൽ വിശ്വസിക്കുന്ന, मैं वचन पे विश्वास, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന, मसीह को थाम कर, വിശുദ്ധിയോടെ നിൽക്കുന്ന पवित्रता से रहकर, ഒരു ദൈവ പൈതലിനെയും कोई भी ऐसा व्यक्ति को, ലോകത്തിൽ ഒരു ശക്തിക്കും संसार का कोई भी सामर्थ्य को ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ मसीह നിന്ന് के प्रेम से വേർപിരിക്കാൻ പറ്റില്ല. अलग नहीं कर सकते।